ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ഐറീന വിഴിഞ്ഞത്ത് ചൊവ്വാഴ്ച വൈകിട്ട് വരെ ഐറീന ബർത്തിൽ തുടരും. MSC ഐറീന നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമായി വിഴിഞ്ഞം മാറും. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച ഒരു ചരിത്ര നിമിഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. MSC ഐറീന കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. എന്താണ് അവിടുന്ന് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ഐറീനയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് വരെ ഐറീന ബർത്തിൽ തുടരും. MSC ഐറീന നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമാണ് വിഴിഞ്ഞം. കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. MSC ഐറീന എന്ന ചരക്കു കപ്പലാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീനയാണ് വിഴിഞ്ഞത്ത് എത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് വരെ ഐറീന ബർത്തിൽ തുടരും. MSC ഐറീന നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമാണ് വിഴിഞ്ഞം. ഇത് ചരിത്ര നിമിഷമായി തന്നെ മാറിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ വിഴിഞ്ഞത്ത് ഐറീന കപ്പൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. അത് കേരളത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. സൗത്ത് ഏഷ്യയിലെ ഒരു തീരത്ത് പോലും MSC ഐറീന എന്ന് പറയുന്ന കപ്പൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടില്ല. ആ ഭാഗ്യം വിഴിഞ്ഞം തുറമുഖത്തിന് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏകദേശം 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിൽ ഏകദേശം 24,000-ലധികം കണ്ടെയ്നറുകളാണ് ഉള്ളത്. ആ കണ്ടെയ്നറുമായി എത്തിയ കപ്പൽ അല്പസമയം മുമ്പാണ് വിഴിഞ്ഞം തീരം തൊട്ടത്. 2 ദിവസം മുമ്പ് പുറംകടലിൽ MSC ഐറീന എത്തിയിരുന്നെങ്കിൽ തന്നെയും തീരത്തിന്റെ തിര, കാറ്റ് എന്നിവയിലുണ്ടായ ചില വ്യതിയാനങ്ങൾ കാരണം പുറംകടലിൽ തങ്ങിയിരുന്നു. അതിനുശേഷം ഇന്ന് ടഗ് ഉപയോഗിച്ച് തീരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. 2 ദിവസം MSC ഐറീന വിഴിഞ്ഞം തീരത്തുണ്ടാകും. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ കൊളംബോ തുറമുഖത്തായിരുന്നു ഇത്രയും വലിയ കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. കപ്പൽ ചാലുമായി 12 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരെയുള്ള വിഴിഞ്ഞം തുറമുഖത്തിന് ഇത്തരം വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് MSC ഐറീന വിഴിഞ്ഞം തീരം തേടി എത്തിയത്. ഇവിടെ ചരക്ക് ഇറക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പൂർണ്ണമായ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും. മറ്റൊരു പ്രത്യേകതയുള്ളത് മലയാളിയായ ക്യാപ്റ്റൻ പിന്നി ആന്റണിയാണ് ഈ കപ്പലിനെ നയിക്കുന്നത്. അദ്ദേഹം തൃശൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 21 വർഷമായി കപ്പിത്താനായി ജോലി നോക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ മലയാളികളുടെ തീരത്തേക്ക് മലയാളിയായ കപ്പിത്താൻ നേതൃത്വം കൊടുക്കുന്ന MSC ഐറീന എത്തുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര മുഹൂർത്തത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ചരക്ക് കപ്പലുകൾ നമ്മുടെ തീരം തൊടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായ വരുമാനം വളരെയധികം വലുതാണ്. കാരണം നേരത്തെ തന്നെ ഈ തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടന സമയത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരെ ഈ തീരത്ത് നങ്കൂരമിടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതുവഴി സാമ്പത്തികമായ വരുമാനം, അതായത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പ്രത്യേക കണക്കനുസരിച്ച് പ്രതിവർഷം 4,000 കോടി രൂപ വരെ സംസ്ഥാന സർക്കാരിന് വരുമാനമായി കിട്ടും ഈ നിലവിലെ സാഹചര്യത്തിൽ. എന്നാൽ ആഡംബര കപ്പലുകളും മറ്റു യാത്രാ കപ്പലും ഒക്കെ തീരം തൊടാൻ കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായി വരുമാനം ഉയരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ഇനി ചരക്ക് ഗതാഗതം നമ്മുടെ റോഡ് വഴി ആക്കുന്ന വഴി മറ്റു വികസനങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും. പ്രത്യേകിച്ചും 2-3 ജില്ലകൾക്ക് അതുവഴിയുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. എടുത്തു പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് അത്തരത്തിൽ നേട്ടമുണ്ടാവുക. എന്നാൽ ഉപരിതല ചരക്ക് ഗതാഗതം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഔട്ടർ റിംഗ് റോഡും ഒപ്പം നേമത്തെ പുതിയ ടെർമിനൽ, അതുകൂടാതെ നേമം റെയിൽവേ സ്റ്റേഷനും വിഴിഞ്ഞുമായി ബന്ധിപ്പിക്കുന്ന ടണൽ പാതകൾ ഇവയെല്ലാം തന്നെ പൂർത്തിയാക്കണം. ഇതുമായി ബന്ധപ്പെട്ട കരാറുകളിലേക്ക് ഇതുവരെയും സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. സെപ്റ്റംബർ മാസത്തോടുകൂടി അത്തരം കരാറുകളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വികസനത്തിന് തുടക്കം കുറിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഏറ്റവും വലിയ ചരക്ക് കപ്പൽ സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം വിഴിഞ്ഞം തീരത്ത് എത്തിയിരിക്കുന്നു.
ബിനോയ്, അതുപോലെ തന്നെ ഇത്രയും വലിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് അടുക്കുന്നു, അത് വ്യാപാര കൂടുതൽ കൂട്ടാൻ സാധിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ, വിനോദ മേഖലയ്ക്കും കൂടുതൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ ഒരു കാര്യം ഉണ്ടാവുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും ആഡംബര കപ്പലുകളും യാത്രാ കപ്പലുകളും എത്തുന്നതോടുകൂടി തന്നെ തിരുവനന്തപുരം ജില്ലയുടെയും സമീപത്തെ കൊല്ലം ജില്ലയിലുമൊക്കെ വലിയ തരത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നേരത്തെ സർക്കാരും വിനോദസഞ്ചാര വകുപ്പുമൊക്കെ പങ്കുവച്ചിരുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കടലോര മേഖലയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഇതിനു വേണ്ട സംവിധാനങ്ങൾ തലസ്ഥാനത്ത് ഒരുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പോരാ. കാരണം ഒരു ആഡംബര കപ്പൽ വരുമ്പോൾ വളരെയധികം ആളുകൾ ആ തീരത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും അവർക്കുള്ള യാത്രാ സംവിധാനങ്ങൾ, താമസിക്കാനുള്ള സംവിധാനങ്ങൾ, കൂടുതൽ വിനോദ ഉപാധികൾ ഇവയെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വലിയ മാറ്റം അനിവാര്യമായി വരും. അത്തരം ഒരു മാറ്റത്തിന് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളും മാറിയിട്ടില്ല. അതുകൂടി കണക്കിലെടുക്കുമ്പോഴേക്കും വിനോദസഞ്ചാര മേഖലയിലും തൊഴിൽ മേഖലയിലുമൊക്കെ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടമുണ്ടാകും. ഈ തുറമുഖം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടെ 5000-ലധികം പേർക്ക് പ്രത്യക്ഷമായും 10,000-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ശരി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വരെ ഐറീന ബർത്തിൽ തുടരും. MSC ഐറീന നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.